സംഗീതത്തോടുള്ള അഭിനിവേശത്താൽ തൃശ്ശൂരിലെ അക്കാലത്ത് ഏറ്റവും പ്രസിദ്ധമായിരുന്ന ഇന്ന് ഉള്ളൂർ ഇടവകയ്ക്ക് വേണ്ടി, ഉള്ളൂർ ദേശത്തിന് വേണ്ടി നമ്മളുടെ പ്രിയങ്കരനായിട്ടുള്ള സംഗീത സംവിധായകൻ ശ്രീ ഔസേപ്പച്ചൻ അവർക്ക് കാര്യമില്ല. എന്റെ നിങ്ങളൊക്കെ പറഞ്ഞു നിങ്ങളുടെ സ്വകാര്യ അഹങ്കാരമാണ് ഞാനെന്ന്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഒല്ലൂര് എന്റെ സ്വകാര്യ അഹങ്കാരമാണ്. നിങ്ങളെല്ലാവരും, നിങ്ങളുടെ പൂർവികർ അല്ലെങ്കിൽ നിങ്ങളുടെ ജൂനിയേഴ്സ്, എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ, അവരുടെ അന്നത്തെ പ്രോത്സാഹനവും സപ്പോർട്ടുമാണ് എനിക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആകാൻ സാധിച്ചത് ഇന്ന് ഈ നിമിഷം വരെ. പിന്നെ ഇതൊരു പള്ളി അങ്കണമാണ്. എർപ്പായ്മാലാഖയുടെ തിരുനാളിനോടനുബന്ധിച്ച് നടക്കുന്ന ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ വിശേഷ ദിവസം ഇവിടെ നമുക്ക് ഉണ്ടാവുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ പറയാം, എൻ്റെ ജീവിതത്തിൽ എപ്പോഴും തുണയായിട്ടുള്ളത് എൻ്റെ ഉറച്ച വിശ്വാസമാണ്. അതെനിക്കിവിടെ പറയാൻ ഒരു മടിയുമില്ല. അത് ഞാൻ പലപ്പോഴും അത്ഭുതമെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. പക്ഷേ നമുക്ക് മനസ്സിൽ തട്ടി നമ്മളൊരു കാര്യം ദൈവത്തിനോട് ആവശ്യപ്പെട്ടാൽ അത് നമുക്ക് സാധിച്ചു. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യം തരണം ചെയ്തിട്ടാണ്. ഇപ്പോൾ ഈ നിമിഷം ഞാനിവിടെ ഈ ഒരു എന്നെ ആദരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വരാമെന്ന് പറഞ്ഞു. വലിയ ബുദ്ധിമുട്ടില്ല. ഇവിടെ വന്നിട്ട് ഒരു പൊന്നാടിയും ഇട വേണ്ടു. പക്ഷെ കൂട്ടത്തിൽ ഇന്ന് വിളിച്ച് പറഞ്ഞു ഇവിടെ വന്നിട്ട് ഒരു വയലിൻ വായിക്കണമെന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ കഴിഞ്ഞ ആഴ്ച ഈ സമയത്ത് ഞാൻ ഞെട്ടി വിറച്ച് ഭയന്നിരുന്ന ഒരു ദിവസമായിരുന്നു. എൻ്റെ കയ്യിൽ ഷോൾഡറിൽ പെയിൻ വന്നിട്ട് ഞാൻ ഡോക്ടറെ പോയി കണ്ടു. ഞാൻ എൻ്റെ ഭാര്യയോടൊക്കെ പറഞ്ഞു, ഇവിടെ ഇരിക്കുന്നുണ്ട്. എക്സ്റേ എടുത്തു, കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, വളരെ കൂളായിട്ട് പറഞ്ഞു, 4 മസിൽസ് ഉണ്ട് ഇവിടെ. ആ 4 മസിൽസിൽ 2 പൊട്ടി, ഇനി 1 ഉള്ളൂ. അതുമേ ഇങ്ങനെ ഞാണ്ട് കിടക്കും, കൈ വയലിന് ജീവിതത്തിൽ വായിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ശരി, എനിക്കൊന്നിനോടും പേടിയില്ല, കാരണം എനിക്ക് എൻ്റെ ദൈവത്തിൽ വിശ്വാസമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ശരി നോക്കാം എന്ന് പറഞ്ഞു വന്ന് ഞാൻ എൻ്റെ വേറൊരു സുഹൃത്തിനോട് പറഞ്ഞ് ഞാൻ മറ്റൊരു സ്ഥലത്ത് ഒരു ഫിസിയോതെറാപ്പി ചെയ്യുന്നവർ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ പോയി. അവർ ഇത് കയ്യിൽ നോക്കിയിട്ട് പറഞ്ഞു. അപ്പം അതിനുള്ളിൽ എൻ്റെ പ്രാർത്ഥനകൾക്ക് അറിയാലോ, എൻ്റെ ഈ ഭയം എന്ന് പറയുന്നത് നമ്മൾ മരിച്ചു പോകുമെന്ന് പറയുന്നതിനേക്കാൾ വേദനയുള്ളൊരു കാര്യമാണ്. ഇനി എനിക്കൊരിക്കലും വയലിൻ വായിക്കാൻ പറ്റില്ല, കൈ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതം പിന്നെ മരിച്ചതിന് തുല്യമാണ്, പിന്നെ പ്രത്യേകിച്ച് റൈറ്റ് ഹാൻഡ്. അപ്പോൾ ഞാൻ ആ ഡോക്ടറെ പോയി കണ്ടു. അപ്പോൾ ആ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, ഇതങ്ങനെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഇത് നമുക്ക് ശരിയാക്കാം, ഇത് ഫിസിയോതെറാപ്പി വഴി ശരിയാക്കാം. പക്ഷെ സത്യത്തിൽ ഫിസിയോതെറാപ്പി അദ്ദേഹത്തിനെ പോയി ഞാൻ കാണാൻ എനിക്ക് മനസ്സിൽ, അല്ലെങ്കിൽ അടുത്ത ദിവസം ഓപ്പറേഷൻ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ 50-50% ചാൻസ് എന്ന് ഡോക്ടർ തന്നെ പറയുന്നു. 70 വയസ്സിൽ ഇത് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മസിലുകൾ. എൻ്റെ ഒപ്പം എൻ്റെ എൻജിനീയർ 50 വയസ്സായിട്ടുള്ളൂ, അദ്ദേഹം ഓപ്പറേഷൻ ചെയ്ത് ഇത് 20-ാം തീയതിയാണ് ഓപ്പറേഷൻ ചെയ്തത്. ഇന്ന് അദ്ദേഹം വിളിച്ച് പറയാണ്, ഡോക്ടറെ പോയി കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓപ്പറേറ്റ് ചെയ്തത് വീണ്ടും പൊട്ടിപ്പോയിന്ന്. ഇതൊക്കെയാണ് ഓപ്പറേഷൻ ചെയ്താൽ ഉണ്ടാകുന്ന അവസ്ഥ എന്ന് എനിക്ക് അറിയുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ എനിക്ക് എങ്ങനെയെങ്കിലും ഇത് ശരിയാകണമെന്ന് ഞാൻ ദൈവത്തിനോട് ഞാൻ അപേക്ഷിച്ച് പ്രാർത്ഥിച്ച്, അതെൻ്റെ ഒരു കോൺഫിഡൻസ് ആണ്. ആ വിശ്വാസത്തിൽ വരുന്ന കോൺഫിഡൻസ് ആണ്. ആ കോൺഫിഡൻസ് നമുക്ക് ഉണ്ടായാൽ പിന്നെ ചില സാഹചര്യങ്ങളിൽ നമ്മൾ വിചാരിച്ചതൊന്നുമല്ല നടക്കുക. എനിക്കിത് നല്ല രീതിയിൽ
കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അതൊരു പരീക്ഷണം ഞാനിവിടെ ചെയ്യാൻ പോകുന്നുണ്ട്. ഇത് ശരിയാകാൻ തുടങ്ങിയിട്ടുണ്ടോ എന്ന് അറിയാൻ ഡോക്ടറോട് പറഞ്ഞു. ഞാൻ ഇവരെന്നെ പറഞ്ഞപ്പം ആദ്യം പറ്റില്ല എന്ന് പറഞ്ഞു. ഡോക്ടറെ വിളിച്ചിട്ട് ചോദിച്ചു, ഞാനിത് വല്ലതും ഇങ്ങനെ പറയുന്നുണ്ട് അവര്. ഒരു ടെസ്റ്റ് ഡോസ് അടിക്കാം, ഇന്ന് അധികം വേണ്ട, അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമുക്ക് ട്രീറ്റ്മെന്റ് ഒന്ന് കടുപ്പിക്കാം. എന്തായാലും ഒരു ടെസ്റ്റ് ഡോസ്. ഇങ്ങനെയാണിത്. ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വിശ്വാസം. ഇന്നിപ്പോൾ ഇവിടെ എല്ലാവരും വിശ്വാസികളാണെന്നറിയാം വന്നിരിക്കുന്നത്. അല്ലാത്തവരായാലും എന്തായാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇനിയും വിശ്വസിക്കാനുള്ള സമയമുണ്ട്. ഈ വിശ്വാസം നമ്മളിലുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഒന്നിനെയും പേടിക്കേണ്ട. ആര് വേണമെങ്കിൽ എന്തു വേണമെങ്കിൽ പറഞ്ഞോട്ടെ. നമ്മളെക്കുറിച്ച് ഒരുപാട് അപവാദങ്ങൾ പറയാൻ ആൾക്കാരുണ്ട്. നമ്മളെക്കുറിച്ച് എൻ്റെ മനസ്സ് എനിക്ക് മാത്രമേ അറിയുള്ളൂ, എൻ്റെ ചിന്തകൾ. അപ്പോൾ ഈ ഒല്ലൂർ പിന്നെ ഇവിടെ വരുമ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, ഞാൻ ഇതേപോലെ പെരുന്നാൾ മാത്രമൊന്നുമല്ല, ഇവിടെ മറ്റേ ദുഃഖ വെള്ളിയാഴ്ചയൊക്കെ വരുമ്പോൾ അതിൻ്റെ മുമ്പിലൊരു സ്റ്റേജ് ഉണ്ട്. അതിൻ്റെ മുകളിൽ ഇരുന്നിട്ട് ഞാനും ബാസ്റ്റിൻ, ഇവിടെ ഇല്ല, പുള്ളി ഇപ്പോൾ ഇവിടെയാണ്, ഞങ്ങൾ ഒരുമിച്ച് നിന്നിട്ട് ആ പാട്ടൊക്കെ പാടുന്നത് നഗരി കാണിക്കുമ്പോൾ അതൊക്കെ ഞാൻ ഓർത്തു പോവാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് പിന്നീട് ഒരുപാട് ഇവിടെ വരേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല. ഞാൻ ചെന്നൈയിൽ 75 പോയിട്ട് പിന്നെ ഞാൻ ഒരു 5 കൊല്ലം മുമ്പാണ് ഞാൻ തിരിച്ചു വരുന്നത്. 45 കൊല്ലം അവിടെ തന്നെയായിരുന്നു. അതുകൊണ്ട് നാട്ടിൽ വന്നിട്ട് ഇവിടെ സോഷ്യലായിട്ട് പഴകാനോ നിങ്ങളെല്ലാവരും കാണാനോ എനിക്ക് സാധിച്ചിട്ടില്ല. എന്തായാലും മറക്കാതെ ഒല്ലൂക്കാര് എന്നെ വൈകിയാലും ലേറ്റാണാലും ലേറ്റസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ആദരവ് സംഘടിപ്പിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. കൂടുതൽ സംസാരിച്ച് സമയം കളയുന്നില്ല. എല്ലാവർക്കും നന്മ നേരുന്നു. എല്ലാ ഭംഗിയായിട്ട് വരും. വൺസ് അഗൈൻ താങ്ക് യു. ഗുണം മേന്മ അനുസരിച്ചിരിക്കും ലക്ഷ്യസ്ഥാനത്ത് നമുക്ക് എത്താൻ പറ്റുക. ഇപ്പോൾ സ്പോർട്സിൽ അത്ലറ്റിക്സിലൊക്കെ നോക്കിയാൽ തന്നെ ഇപ്പോൾ ഒരു റണ്ണിങ് റേസ് ഉള്ള അടുപ്പവും ആരംഭിക്കുന്നത് ചെറുപ്പത്തിലെ സംഗീത വാസനയുണ്ടായിരുന്നു. എൻ്റെ കുടുംബത്തിൽ എല്ലാവരും പാടുന്നവരാണ്, നിങ്ങൾക്കറിയാം. മേച്ചേരി ലൂയിസ് ഇവിടുത്തെ പ്രധാന ഓർഗൻ പ്ലെയർ ആയിരുന്നു, ഗായകനായിരുന്നു. പിന്നെ അവിടെ നിങ്ങളുടെ മക്കളെല്ലാവരും